ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ദാൽ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. മറ്റൊരു ദിവസം മസാല കിച്ചടി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഈ അളവിൽ പകുതി അരിയും ഈ അളവിൽ തന്നെ പകുതി പരിപ്പുമാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തു വച്ചിരിക്കുന്നത്. പൊന്നി അരി, പച്ചരി വെച്ചും ഉണ്ടാക്കാം, ജയ അരി വെച്ചും ഉണ്ടാക്കാം, ബസ്മതി വെച്ച് ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് ഉണ്ടാക്കാം. കുറച്ച് ഇതിട്ട് താളിച്ചെടുക്കാൻ സവാള, ഒരര സവാള, ഒരു ചെറിയ ക്യാരറ്റ്, മല്ലിയില, ഉണക്കമുളക്, ഒരു പകുതി തക്കാളി, ഇത്രയുമാണ് എടുത്തു വെച്ചത്. ഒരു കുക്കർ ഓണാക്കിയതിന് ശേഷം അതിൽ കുറച്ച് നെയ്യ്, അധികം പാടില്ല, ഇത്രയും, ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് കഴിക്കണ സമയത്ത് നെയ്യ് ഇട്ട് കഴിച്ചാൽ നല്ല രുചിയായിരിക്കും. നെയ്യ് നല്ലവണ്ണം ചൂടാകുമ്പോൾ ഉണക്കമുളക്, 2 ഉണക്കമുളക്, പീസാക്കി ഇട്ട് കൊടുക്കുക. ബാക്കി ചേരുവകൾ സവാളയും ക്യാരറ്റും തക്കാളിയും ഇട്ട് കൊടുക്കും. മല്ലിയിലയും നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ല മണമാണ് ഇതിന്. ഈ മണം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ കിച്ചടിയാണ് ഉണ്ടാക്കുന്നതെന്ന്. പണ്ട് കൊച്ചുങ്ങൾക്കൊക്കെ എല്ലാവരും ഇതാണ് ചെയ്തു. പണ്ടും ഇപ്പോഴും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതും മുതിർന്നവർക്കും വയസ്സായ ആളുകൾക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് കിച്ചടി. ഇത് മസാല ഇട്ടും ഉണ്ടാക്കും, ഗരം മസാലപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടുണ്ട്. ഇത് പിന്നെ ഒരു ദിവസം ഞാൻ കാണിക്കാം. ഇതിപ്പോൾ എളുപ്പത്തിലുള്ള കിച്ചടിയാണ്. ഇതൊന്നും താളിക്കാതെ തന്നെ അരിയും ചെറുപയർ പരിപ്പും വെള്ളത്തിൽ നല്ലപോലെ വേവിച്ച് നെയ്യിട്ടും കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനെല്ലാം കൂടിയിട്ടൊന്ന് താളിച്ച് ഉള്ളി ഇച്ചിരി നല്ല ഫ്രൈ ആയിട്ട് വരണം. ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. ഇത് അസുഖമുള്ളവർക്കും എല്ലാം ഇത് കഴിക്കുക, ഡയറ്റ് ചെയ്യുന്നവർക്കും എല്ലാം നല്ലതാണ്. വളരെ നല്ല ഒരു ആഹാരമാണിത് കിച്ചടി. നല്ലവണ്ണം ഉള്ളി നല്ലവണ്ണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ കഴുകി വച്ചിരിക്കുന്ന അരിയും ചെറുപയറും ഇട്ട് മിക്സ് കൊടുക്കാം. ആ ഒരു നാഴിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഇതിൽ 3/4. ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി ലൂസായിട്ടാണ് കിച്ചടി ഇരിക്കേണ്ടത്. ഞാൻ ഈ പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. അരി കഴുകിയപ്പോഴും കുറച്ച് വെള്ളമുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പ്, ഈ ഒരു സ്പൂണിൽ ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ ഫ്ലെയിം കൂട്ടി വെച്ചും അതിനുശേഷം തീ കുറച്ച് വെച്ചും 3 വിസിൽ ഇടാം. കിച്ചടിക്ക് 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി പ്രഷർ മൊത്തം തീരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു.
ഇതിൽ കുറച്ച് വെള്ളം കൂടി ആവശ്യം വരും, അതും കൂടി ഇടണം. വെള്ളം നല്ല കട്ടിയായിപ്പോയി. ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല അരിയും പയറും നല്ല വെന്തിട്ടുണ്ട്. തീ കുറച്ച് ഇച്ചിരി നേരം കൂടി വെച്ച് ഉപ്പെല്ലാം നോക്കണം. കുറച്ച് നേരം കൂടി അടച്ചു വെക്കണം. നല്ല ടേസ്റ്റുള്ള ദാൽ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാത്രത്തിൽ വിളമ്പാം. ഇതിൽ കുറച്ച് നെയ്യ് എടുത്ത് ചൂടോടെ തന്നെ നെയ്യിട്ട് വേണം കഴിക്കാൻ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ദാൽ കിച്ചടി എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെല്ലാ അസുഖമുള്ളവർക്കും എല്ലാം ചെറുപയറിൻ്റെ പരിപ്പായതുകൊണ്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്, കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. 8 മാസം 9 മാസമുള്ള കുട്ടികൾക്ക് ഇത് നല്ലപോലെ കഴിക്കാൻ കൊടുത്താൽ അവർക്ക് നല്ല വണ്ണവും ആരോഗ്യവും എല്ലാം കിട്ടും. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.